ഇന്നിതാ മുറവും കത്രികയൊക്കെ ആയിട്ട് നേരെ ഇതാ പറമ്പിലോട്ടാണേ. അപ്പോൾ അവിടെ ഇത് ചുണ്ടയ്ക്ക് കാച്ച് നിൽപ്പുണ്ട് കേട്ടോ. ഒരുപാട് കാച്ചിട്ടുണ്ടായിരുന്നേ. ഇത് ഞങ്ങൾ നട്ടതൊന്നുമല്ല കേട്ടോ, തന്നെയായിട്ട് വന്നതാണ്. ഒരുപാട് കാച്ച് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വീട്ടിൽ ഞങ്ങൾ ഒരു ദിവസം പറിച്ച് തോരൻ വെച്ചപ്പോഴത്തേക്കും ആർക്കും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അമ്മയ്ക്ക് മാത്രം ഇഷ്ടപ്പെട്ടു. കാരണം അമ്മയ്ക്ക് ഇഷ്ടപ്പെടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മെഡിസിൻ പ്ലാന്റ് അല്ലേ, ആരോഗ്യത്തിനൊക്കെ നല്ലതെന്നൊക്കെ പറയുന്നത് കൊണ്ട് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടതാണ്. അല്ലാതെ ഇത് കഴിക്കാൻ ടേസ്റ്റ് ഒന്നുമില്ല. അതുകൊണ്ട് മക്കൾക്കും ആർക്കും ഇഷ്ടമല്ല കേട്ടോ. ഇതിങ്ങനെ കാച്ചിങ്ങനെ വെറുതെ കളയുന്നതുകൊണ്ട് ഞാൻ കരുതി കുറച്ചൊക്കെ അടർത്തി അപ്പുറത്തും ഫ്രണ്ട്സിനൊക്കെ കൊണ്ട് കൊടുക്കാമെന്നൊക്കെ കരുതി കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ളവർ കഴിക്കട്ടെ എന്ന് കരുതിയിട്ട് ഞാനെല്ലാം ഇതൊന്ന് അടർത്തി എടുക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾ നട്ട് വളമൊക്കെ കൊടുത്ത പ്ലാന്റ്സ് ഒന്നും കാച്ചൂല, പൂത്തുമില്ല. അപ്പോൾ ഇത് നമ്മൾ കെയറൊന്നും കൊടുക്കാതെ തനിയെ വളർന്നതാണ്. അത് നല്ലതുപോലെ വളരുകയും ചെയ്തു, പിന്നെ ഒരുപാട് കായ്ക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചേ അടർത്തിയുള്ളൂ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ലല്ലോ. അവർക്ക് കൊടുത്തിട്ട് ഇനി ആവശ്യമുണ്ടെങ്കിൽ പിന്നെ അടർത്തി കൊടുക്കാമെന്ന് കരുതിയിട്ട് ഞാൻ കുറച്ചേ അടർത്തി എടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയും നിപ്പുണ്ട്, അതിൽ ഒരുപാട് മുള്ളും ഉണ്ട് കേട്ടോ. കയ്യിൽ കുത്തിയും കയറുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ ചോദിച്ചിട്ട് അടർത്തി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ബാക്കിയുള്ള അടർത്തിയില്ല കേട്ടോ, കുറച്ചേ അടർത്തി എടുത്തിട്ടുള്ളൂ. എന്നില്ലോണ ഹെൽമെറ്റ് വയ്ക്കണത് വീഴാതിരിക്കാരാ? ധാര ഹെൽമെറ്റ് ചവിട്ടിക്കോ. അപ്പോൾ ഇപ്പോൾ അവധി ആയതുകൊണ്ട് ഇവൻ ഇതൊക്കെയാണ് കേട്ടോ പരിപാടി. സൈക്കിളിൽ എൻ്റെ ഹെൽമെറ്റൊക്കെ വെച്ചാണ് ചവിട്ടുന്നത്. അങ്ങനെ ഞാൻ പിന്നെ നേരെ വീട്ടിലോട്ട് പോയി കേട്ടോ. വീട്ടിലോട്ട് പോയപ്പോഴത്തേക്കും ഭയങ്കര ചൂടാണ്. എൻ്റെ പൊന്നോ, പറമ്പിലോട്ട് നിന്നപ്പോഴത്തേക്ക് നല്ല ചൂടാണ് കേട്ടോ. അപ്പം ഞാൻ കരുതി 2 പച്ചമാങ്ങ ഇരിപ്പുണ്ട്, ജ്യൂസ് അടിക്കാമെന്ന് കരുതി കേട്ടോ. ഞങ്ങൾ ഇതുവരെ ജ്യൂസ് അടിച്ചില്ല. അപ്പോൾ ഇപ്പോൾ ട്രെൻഡായിട്ട് നിൽക്കുന്നതല്ലേ ജ്യൂസ്, പച്ചമാങ്ങ ജ്യൂസും പച്ചമാങ്ങ ഉപ്പിലൊക്കെ ഇട്ടതും. അപ്പം ഞാൻ പെട്ടെന്നൊരു ജ്യൂസ് അടിച്ച് കുടിക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ 2 പച്ചമാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ കളഞ്ഞ്, തൊലി കളയണമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ തൊലി കളഞ്ഞു കേട്ടോ. തൊലിയൊക്കെ കളഞ്ഞു കട്ട് ചെയ്തിട്ട് പിന്നെ പഞ്ചസാരയും കുറച്ച് ഇഞ്ചിയും പിന്നെ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ അരിച്ചെടുത്ത് കേട്ടോ. എന്നിട്ട് അരിച്ചാണ് കേട്ടോ ഞാൻ എടുത്തത്. ഇങ്ങനെ അരിക്കാതെ കൊടുത്തപ്പോൾ മക്കൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല, അങ്ങനെ ഞാൻ അരിച്ചു കൊടുത്തേ. ഒരാൾ പിണങ്ങി കിടക്കുകയാണ് ഗായ്സ്. സ്കാറ്റിംഗ് ബോർഡ് വാങ്ങിച്ചു കൊടുക്കാത്തോണ്ട് കരഞ്ഞാണ്. ഇപ്പൊ കരയണത് മറ്റേ ഒരു പ്ലാസ്റ്റിക്കിന്റെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട് ഇവിടെ, അത് വീർപ്പിച്ചിട്ട് കൊടുക്കാത്ത അമ്മ. കൊള്ളാം, പുളി മധുരം അല്ലേ, ചെറിയ പുളിപ്പുണ്ട്, പുളിയുണ്ട്, ചെറിയൊരു പുളി. അത് എനിക്ക് തോന്നുന്നു ഞാനെടുത്ത മാങ്ങ കുറച്ച് നല്ല പുളിയായിരുന്നേ, അതുകൊണ്ടാണ്. കുഴപ്പമില്ല, ഈ ചൂട് സമയത്ത് നല്ലൊരു ആശ്വാസമാണ് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു. ചേർത്തിട്ടുണ്ടോ മാങ്ങ അരിഞ്ഞ് മിക്സിയിലിട്ട് അരച്ച് വെള്ളം ഒഴിച്ച് പഞ്ചസാര ഇട്ട്